ശബരിമല വിഷയത്തിൽ കോൺഗ്രസിനെയും സംഘപരിവാറിനെയും ഒരുപോലെ വെട്ടിലാക്കി ശിവഗിരി മഠാധിപതി സച്ചിദാനന്ദ. ആചാര സംരക്ഷകരെന്നുള്ള നിലയ്ക്കും വിശ്വാസ സംരക്ഷകരെന്നുള്ള നിലയ്ക്കും പിണറായി സർക്കാരിനെയും പിണറായി വിജയനെയും ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ കടന്നാക്രമിക്കുകയും അതിനെ മുൻനിർത്തി വ്യാജ പ്രചരണങ്ങൾ നടത്തി വരുമ്പോഴാണ് ഇക്കുറി ശിവഗിരി സമ്മേളനത്തോടനുബന്ധിച്ച് സച്ചിദാനന്ദ സുപ്രീം കോടതിയുടെ വിധിക്കൊപ്പം നിൽക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ശബരിമലയിൽ സ്ത്രീയെ പ്രവേശിപ്പിച്ചേ എന്ന തരത്തിൽ വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്താൻ സംഘപരിവാറുകാരും കോൺഗ്രസുകാരും സംയുക്തമായി ശ്രമിക്കുന്നതിനിടയിലാണ് ഇടുത്തി പോലെ ശിവഗിരിയിൽ നിന്നുള്ളൊരു സന്യാസിയുടെ ഈ സ്ത്രീ പ്രവേശന പ്രതികരണം പുറത്തേക്ക് വരുന്നത്. വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്കാണ് ആ പ്രതികരണം തുടക്കമിടുന്നത്. പുതിയ കാലഘട്ടത്തിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പേറി നടക്കുന്ന അവരുടെ നിലപാടുകളെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസും സംഘപരിവാറും ഒരുപോലെ പ്രതിസന്ധിയിലായിപ്പോയ പ്രതികരണമാണ് ഈ പുറത്തു വരുന്നത്. ഒരു യുവതി ഗുരുവായൂർ ക്ഷേത്രത്തിലെ കുളത്തിൽ ഒന്ന് കാല് കഴുകിയപ്പോൾ അവരുടെ പേരിൽ അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തുന്ന ആ പ്രവണത ഇല്ലാതാകേണ്ടതുണ്ട്. ഇന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ റൂളിംഗ് പത്രത്തിൽ വന്നിട്ടുണ്ട്. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കാമോ, അതിനെ സംബന്ധിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നിർദ്ദേശം അന്വേഷിച്ചുകൊണ്ട് ഓർഡർ ഇട്ടിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച്, ശിവഗിരി മഠത്തെ സംബന്ധിച്ച് ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ള അഭിപ്രായക്കാരാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഗുരു നിത്യചൈതന്യയതി അങ്ങനെയുള്ളൊരു നിർദ്ദേശം നൽകിയിരുന്നു. ഇന്നും ഞങ്ങൾ അനുവർത്തിച്ചു പോരുന്നത് ആ ഒരു വിശ്വാസത്തെയാണ്. മാമൂലുകളെ, അനാചാരങ്ങളെ, അന്ധവിശ്വാസങ്ങളെ ഈ രാജ്യത്ത് ദൂരീകരിക്കുവാൻ ശ്രീനാരായണ ഭക്തരായ നിങ്ങൾ ഓരോരുത്തരും ശ്രീനാരായണ ഗുരുദേവന്റെ തിരുനാമധേയത്തിൽ ഗുരുവിന്റെ ദർശനത്തിന്റെ വെളിച്ചത്തിൽ ഉണർന്നു നിന്ന് പ്രവർത്തിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നു. നേരത്തെ ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സച്ചിദാനന്ദ നടത്തിയ കൃത്യമായിട്ടുള്ള നിരീക്ഷണം പോലെ തന്നെയാണ് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തോടനുബന്ധിച്ച് ശക്തമായ നിലപാട് സച്ചിദാനന്ദ ഉറക്കെ പറഞ്ഞിരിക്കുന്നത്.